പാണക്കാട് കുടുംബമായിട്ടുള്ള നിങ്ങളെ ബന്ധം? പാണക്കാട് പടിക്കോട്ടം പടി ഒരു ഇതിൽ പോയിരുന്നു, ഒരു വീട് ഉദ്ഘാടനത്തിന്. അത് ഏറ്റാക്കാൻ ഞാനൊക്കെ ഉണ്ടായത്. അപ്പം അന്ന് പാടാൻ വീട് ഉദ്ഘാടനം ഒടുക്കലിനാണ് പാട്ട് കുടിയിൽ കഴിഞ്ഞ് പാടാൻ പോയത്. അപ്പോൾ അന്ന് കോളാമ്പി, കോളാമ്പിയാണ്, നേരത്തെ മാതിരി പെട്ടിയല്ല. അതൊന്ന് വീടിൻ്റെ പഠിക്കില്ലോ, അതായത് ഒന്ന് അവിടെ ഉണ്ടാവും. അങ്ങനെ ദൂരത്ത് കെട്ട കോളാമ്പി. ഇന്നിപ്പോൾ ബോക്സാണ് വീട്ടിൽ. അപ്പം ഖാത്തിമൻ നബി മകൾ ഫാത്തിമത്തി സൂറ എന്ന് പറഞ്ഞൊരു പാട്ട് പാടുമ്പോഴാണ് തങ്ങളിപ്പാപ്പ അവിടുന്ന് ഈ ഉലാദ് കൊണ്ട് വന്നിരുന്ന എനിക്ക് ഓർമ്മ. വലിയ തങ്ങൾ പോയതങ്ങൾ. അപ്പോൾ അയാൾ ഈ 2 വരി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ അകത്ത് വന്നു. എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അയാൾ ഒരാളോട് പറഞ്ഞ ആ കുട്ടീനോട് ആ പാട്ട് ഒന്നുകൂടി പാടാൻ പറയുന്നത്. അപ്പോൾ ഈ പാടുന്ന ആൾ ചോദിച്ചു, എനിക്ക് ഓർമ്മയില്ല ഭാര്യകൾ. ഖാത്തിമൽ നബി മകൾ ഫാത്തിമത്തി സുഹറ ബീവിയുടെ മണവാളൻ അലിയാർ കൊല ചെയ്തവരാം ബീവിയുടെ, അതാരോ കൊല ചെയ്തൊരു വരിയാണ്. പടപൊരുതും അവർ ചൊടി ചൊടിയായി കിടുകിടനെ വിറച്ചിടും എതിരാൾ. അങ്ങനെയൊക്കെ വരികളാണ്. പിന്നെ വരി ഓർമ്മ വരില്ല. ആ വരി അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കല്യാണത്തിന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ആ കുട്ടീനോട് ആ പാട്ട് ഒന്നുകൂടി പാടാൻ പറയുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞാൾ ചോദിച്ചു നായർ കുട്ടീനോട്. അപ്പോൾ തങ്ങൾ ചോദിച്ചു നായരാണോ അവൻ? അങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കാറിൽ യാത്ര ചെയ്യണം, എന്നോട് പറഞ്ഞു പാണക്കാട്ട് വരണം, മലപ്പുറത്ത് വരുമ്പോൾ. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ പോയാൽ എനിക്ക് എന്തി തരും, അങ്ങനെ വലിയ സ്നേഹമായി. പിന്നെ ഞാൻ പോലും നിർത്തി. കാരണം അന്ന് പാണക്കാട്ട് എല്ലാവരും വരും. കക്ഷി രാഷ്ട്രീയം ജാതിമത വ്യത്യാസമില്ല, ജനങ്ങൾ ആ അടിച്ച് വരുന്നൊരു കാലഘട്ടത്താണ്. അങ്ങനെ ആ ഭാഗ്യം എനിക്ക് ഉണ്ടായത്. പക്ഷെ അത് ആർക്കും അറിയില്ല. അത് ആയിരക്കണക്കിന് ആൾ വരുന്ന കൊടുത്തു ഞാനും എന്ന് മാത്രമേ അവിടുത്തേർക്ക് അറിയുള്ളൂ. പിന്നെ അവിടുത്തെ പാണക്കാടിനൊരു മാപ്പിളപ്പാട്ട് പാടുന്ന ആളുടെ അതൊക്കെ എന്നെ അറിയാം. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിനോട് വലിയ ഇഷ്ടമുണ്ട്. അത് എന്താണ് കാരണം? അറബി ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ച് ഞാൻ മാപ്പിളക്കുട്ടിയാണ്, മുസ്ലിം. അപ്പോൾ അറബി ഉച്ചാരണനെ പഠിപ്പിച്ച് തിരങ്ങാടി ഏറ്റിമാക്കാണ്. അപ്പോൾ അറബീൻ്റെ പ്രാധാന്യം എൻ്റെ ഉച്ചാരണത്തിനാണ്. നായന്മാർ അറബി പറഞ്ഞാൽ പ്രത്യേകം എല്ലാവർക്കും പറയാം. അപ്പോൾ അങ്ങനെ അതായിരിക്കണം എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇനി അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മൂപ്പരേറ്റ് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ മൂപ്പരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വിഷയം അങ്ങനെ ആ കഥാപ്രസംഗത്തിൽ വരുന്നത്. പിന്നെ 42 വർഷം തുടർന്നു.